ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് സ്മൈൽ PSC. നമ്മുടെ ഓരോ പുതിയ വീഡിയോയ്ക്ക് താഴെയും ഞാൻ നിരന്തരം കാണുന്ന ചില കമൻറ്റുകളുണ്ട്. പഠിച്ചു തുടങ്ങണമെന്നുണ്ട്, പക്ഷേ വാങ്ങാൻ വലിയ റാങ്ക് ഫയലുകളൊന്നും കയ്യിലില്ല, അതിനുള്ള പണവുമില്ല. SCERT പുസ്തകങ്ങൾ കടയിൽ പോയി വാങ്ങാൻ വലിയ തുകയാകുമോ? ഇനി അതിൻ്റെ PDF എവിടെയെങ്കിലും ഫ്രീ ആയി കിട്ടുമോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെബ്സൈറ്റ് പറഞ്ഞു തരാമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒത്തിരി കൂട്ടുകാർ എൻ്റെ ഈ ഒരു ചാനലിലുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലെ തിരക്കുകളും കുട്ടികളെ നോക്കുന്നതിനിടയിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. കേരള PSC പഠിച്ച് ജയിക്കാൻ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വലിയ റാങ്ക് ഫയലുകൾ വാങ്ങി സമയം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള SCERT NCERT പാഠപുസ്തകങ്ങളും പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളും ഒക്കെ നമ്മുടെ ഫോണിൽ തന്നെ 100% സൗജന്യമായി ലഭ്യമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എവിടെ പോയി ഡൗൺലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫോണിൽ കിട്ടുന്ന 100 കണക്കിന് PDFകൾ മിസ്സാകാതെ എങ്ങനെ സബ്ജക്റ്റ് വൈസായി ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നോ പലർക്കും കൃത്യമായി അറിയില്ല. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് 1 രൂപ പോലും ചിലവാക്കാതെ നിങ്ങളുടെ ഫോണിൽ ഒരു മിനി PSC ഫ്രീ ലൈബ്രറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഞാൻ ഉപയോഗിക്കുന്ന അതേ എളുപ്പ വഴികൾ തത്സമയം ഞാൻ എൻ്റെ ഫോണിലെ സ്ക്രീനുകൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ നിലവിൽ പഠിക്കാൻ ഏതെങ്കിലും റാങ്ക് ഫയൽ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടോ? അതോ ഫോണിലെ ഫ്രീ PDFകൾ നോക്കിയാണോ പഠിക്കുന്നത്? നിങ്ങളുടെ നിലവിലെ രീതി എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഈ യാത്രയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് PSCയുടെ പരീക്ഷകളുടെ ജീവനാഡിയായ SCERT പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ NCERT പാഠപുസ്തകങ്ങൾ 1 രൂപ പോലും ചിലവാക്കാതെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. SCERT പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. എന്താണെന്നറിയാമോ? കുട്ടികളോട് ചോദിച്ച് ആ പുസ്തകം കളക്ട് ചെയ്യുക. അങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിനിടയിൽ വന്ന് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റാണ്, കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, മലയാളം മീഡിയം പുസ്തകം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. വളരെ ശരിയാണ്. ഞാനും ഒരുപാട് കുട്ടികളോട് ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും പുസ്തകങ്ങൾ കിട്ടിയത്. കാരണം അധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിതൊരിക്കലും പുറത്തു നിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടൽ വളരെ കുറവാണ്. എനിക്കറിയില്ല, അങ്ങനെ ആർക്കെങ്കിലും പൈസ കൊടുത്ത് പുസ്തകം വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് സയൻസും സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളാണ്. സയൻസിൽ നമുക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഫോണിൽ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് samaggra.kite.kerala.gov.in എന്നുള്ളതിൽ പോയതിന് ശേഷം അവിടെ നമുക്ക് താഴേക്ക് നോക്കിയാൽ ടെക്സ്റ്റ് ബുക്ക് എന്നുണ്ടാവും, അതെടുക്കുക. അതിനുശേഷം നമുക്കവിടെ നമുക്ക് വേണ്ടുന്ന മീഡിയം, അത് മലയാളമോ ഇംഗ്ലീഷ് മീഡിയം, നമ്മൾ മലയാളം മീഡിയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ട ക്ലാസ്, അതായത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്കവിടെ അവൈലബിൾ ആണ്. അതായത് NCERTക്ക് വേണ്ടിയിട്ട് മറ്റെവിടെയും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, അതും നമുക്ക് സമഗ്രയിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അത് നമുക്ക് ഏത് സബ്ജക്റ്റ്, സോഷ്യൽ സയൻസ് ആണോ, ബേസിക് സയൻസ് ആണോ, മാത്സ് ആണോ, ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. ഒറ്റ ക്ലിക്കിൽ ആ പുസ്തകം മുഴുവനായിട്ട് നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% ഫ്രീ ആയിട്ട് അത് നമ്മളുടെ ഫോണിലേക്ക് ഡൗൺലോഡായി കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന PDFകൾ ഫോണിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ കിടന്ന് മറ്റ് 1000 ഫയലുകൾക്കിടയിൽ അങ്ങ് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പഠിക്കാനെടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞ് സമയം കളയുകയും ചെയ്യും. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിൽ മൈ ഫയൽസിൽ പോയി PSC SCERT ബുക്സ് എന്നൊരു മെയിൻ ഫോൾഡർ ഉണ്ടാക്കുക. അതിനുള്ളിൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നിങ്ങനെ വെവ്വേറെ ഫോൾഡറുകളാക്കി ഈ ഡൗൺലോഡ് ചെയ്യുന്ന PDFകൾ അപ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റിയിടുക. അതല്ലെങ്കിൽ നമുക്കിതിനെ ഓരോ ചാപ്റ്റർ വൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിന് പേര് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഡ്രൈവിലൊക്കെയും സൂക്ഷിച്ച് വെക്കുന്നതും നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസും ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു ശീലം നിങ്ങളുടെ മണിക്കൂറുകളാണ് പിന്നീട് ലാഭിക്കാൻ പോകുന്നത്. ഫ്രീ ആയിട്ട് പാഠപുസ്തകങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തതായി ചെയ്യേണ്ടത്, നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക എന്നുള്ളതും അവയുടെ ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീകളും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതാണ് kerala.psc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. അവിടെ കയറി കഴിഞ്ഞ് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് ഏതുമാട്ടെ എല്ലാ പരീക്ഷകളുടെയും
ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറും PSC നൽകിയ ഒഫീഷ്യൽ ഫൈനൽ ആൻസർ കീയും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ സൈറ്റിൽ പോയി ഇതെല്ലാം തിരഞ്ഞു പിടിക്കാൻ എനിക്ക് സമയം തികയുന്നില്ല, നേരിട്ട് ലിങ്കായി കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്കായി ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ലെറ്റ്സ് സ്മൈൽ PSC എന്ന ടെലഗ്രാം ചാനലിൽ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യപേപ്പറുകളുടെയും സിലബസിൻ്റെയും PDF-കൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൽ കിട്ടാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ ലിങ്ക് അങ്ങനെ കിട്ടാത്തവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സെയിം ലെറ്റ്സ് സ്മൈൽ PSC എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. അവിടെ വന്ന് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് ലിങ്ക് അയച്ചു തരാം. നമ്മുടെ ഒരു ടെലഗ്രാം ചാനലിൽ ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പൈൽ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പല സൈറ്റുകളിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. വക്കാസ്പീഡിയയിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ജാഫേഴ്സ് PSC എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കേരള PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ കൂടി കമ്പൈൽ ചെയ്തിട്ട് ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ. അത് ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ പേര് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 1, 2, 3 എന്ന പേരിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അത് യൂസ് ചെയ്യുന്ന രീതിയിലും ഉപയോഗിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫ്രീ ആപ്ലിക്കേഷൻസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഫോണിൽ ഒരുപാട് സമയം വെറുതെ കളയുന്നുണ്ട് അല്ലേ? അങ്ങനെ കളയാതെ നമുക്ക് ക്വിസ് ചെയ്ത് പഠിക്കാൻ 2 മികച്ച സൗജന്യ ആപ്പുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമതാണ് PSC ചാലഞ്ചർ ആപ്ലിക്കേഷൻ. അതിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാലഞ്ച് ചെയ്ത് കളിക്കാനൊക്കെ ഉള്ള ഒരു പ്രാക്ടീസിങ് സെക്ഷനൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ. ചിലപ്പോൾ നിങ്ങൾ പലരും അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും റാങ്ക് അനാലിസിസ് ഒക്കെ നോക്കാനും ഒക്കെ ഈ ഒരു ആപ്പ് വളരെയധികം സഹായിക്കും. അടുത്തതാണ് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ. അതിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCRT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള MCQ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ആപ്പ് വളരെ ഉപകാരപ്രദമാണ്. ഇതൊന്നും പണം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ സൗജന്യമായി ലഭ്യമാണ്. നമ്മളത് കണ്ടെത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. പിന്നെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ കുറേ നേരം ഫോണിൽ നോക്കി പഠിക്കുമ്പം കണ്ണിന് പ്രശ്നം, തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിക്കാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫോണിൽ വെച്ചതുകൊണ്ട് നമുക്കത് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഈ PDF ഫയലുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ഫോൺ സ്ക്രീനിലേക്ക് നോക്കി മണിക്കൂറുകളോളം പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ടുള്ള വേദന വരാം, ശ്രദ്ധ പെട്ടെന്ന് മാറി സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട SCRT ചാപ്റ്ററുകളും PIQ ചോദ്യപേപ്പറുകളും ഒക്കെ പ്രിൻറ്റ് ചെയ്ത് കൈവശം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ 100 പേജൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ വലിയ തുകയാകില്ലേ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് 40 പൈസയ്ക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അങ്ങനെ ചെയ്ത് തന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൂടുതൽ ബൾക്കായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ചെറിയൊരു തുകയ്ക്ക് നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ 2 വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് 2 ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇത് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യാനുള്ള 2 തന്ത്രങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്താണ് ഫിസിക്കൽ ബൈൻഡർ സിസ്റ്റം. അതായത് നമ്മൾ കയ്യിൽ എടുത്തു വെച്ച് പഠിക്കുന്ന പോലെ, അതായത് പ്രിൻ്റ് എടുത്ത ഫയലുകൾ വിഷയങ്ങൾ തിരിച്ച്, അതായത് SCRT സയൻസ്, കേരള ഹിസ്റ്ററി, PYQ ആർക്കൈവ്സ് തുടങ്ങി വെവ്വേറെ ഫയലുകളിലാക്കി വെക്കുന്ന രീതി. ഒരു ബൈൻഡർ ക്ലിപ്പ് ഉപയോഗിച്ചതിന് ശേഷം മുൻവശത്ത് കളർ സ്റ്റിക്കി നോട്ടുകൾ ഒട്ടിച്ച് പേരെഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ വിഷയവും പഠിക്കാൻ എടുക്കുമ്പോൾ ബുക്കുകൾ തിരിഞ്ഞ് സമയം പാഴാക്കില്ല. അതല്ലെങ്കിൽ നമ്മളൊരു പ്രിൻ്റ് ഔട്ട്, നമ്മുടെ സ്പൈറൽ ബൈൻഡ് ചെയ്ത പുസ്തകമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിൽ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ ഫയലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് വിഷയങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഓരോ വിഷയത്തിനും ഓരോ ബൈൻഡർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് തിരഞ്ഞ് സമയം കളയേണ്ട ആവശ്യവുമില്ല. രണ്ടാമത്തെ രീതിയാണ് ക്ലൗഡ് സ്റ്റോറേജ് ബാക്കപ്പ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഫയലുകൾ നമ്മൾ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത്. ഇനി ഫോണിൽ തന്നെ നോക്കി പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഫോൺ ഫോർമാറ്റ് ആയാലോ അല്ലെങ്കിൽ സ്റ്റോറേജ് നിറഞ്ഞാലോ ഈ PDF-കൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ ഫോണിലെ ഫയലുകൾ അപ്പോൾ തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് ഫോൾഡറുകളാക്കി സൂക്ഷിക്കുക. ഇതുവഴി ലാപ്ടോപ്പിലോ ഫോണിലോ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഫയലുകൾ സുരക്ഷിതമായി തുറന്നു വായിക്കാം. ഇങ്ങനെ കൃത്യമായി ഒതുക്കി വെച്ച ഒരു സ്റ്റഡി സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ ഒരു മടിയും തോന്നില്ല.
കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ തുക മുടക്കി റാങ്ക് ഫയലുകൾ വാങ്ങി വെച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നതൊക്കെ വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ സമഗ്ര വെബ്സൈറ്റ്, PSCയുടെ ഒഫീഷ്യൽ സൈറ്റ്, നമ്മൾ സംസാരിച്ച ഫ്രീ ആപ്പുകൾ, ടെലഗ്രാം ചാനലുകൾ എന്നിവയെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം കൃത്യമായി എപ്പോഴും ഓർക്കുക, പഠിക്കാൻ വലിയ സാമ്പത്തിക സ്രോതസ്സുകളോ അല്ലെങ്കിൽ വലിയ അക്കാദമികളിൽ പോകാനുള്ള സാഹചര്യമോ ഇല്ലെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും വിരൽത്തുമ്പിലുള്ള ഈ സൗജന്യ സ്രോതസ്സുകൾ ഉപയോഗിക്കാനുള്ള ബുദ്ധിയുമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് ഏത് PSC പരീക്ഷയും സ്വയം പഠിച്ച് വിജയിച്ചെടുക്കാം. പ്രത്യേകിച്ച് വീട്ടിലെ തിരക്കുകൾക്കിടയിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിലും സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വഴികൾ വലിയൊരു ഉപകാരമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ആ ഫ്രീ PSC ലൈബ്രറി ഫോൾഡർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ യെസ് എന്ന് കമൻറ്റിൽ പറയൂ. നിങ്ങളുടെ പഠനയാത്രയിൽ എന്നും ഒരു നല്ല കൂട്ടുകാരിയായി ഞാനും ഉണ്ടാകും. ടെൻഷനൊക്കെ മാറ്റിവെച്ച് ചിരിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നേറാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.